ഉദ്ഘാടന ദിവസം തന്നെ താഴു വീണു എന്ന ഖ്യാതി നേടിയ ഒരു മാർക്കറ്റ് ഉണ്ട് എറണാകുളത്ത്. പള്ളുരുത്തി മത്സ്യ മാർക്കറ്റ്. ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് UDF സർക്കാരിന്റെ കാലത്ത് കോടികൾ മുടക്കി നവീകരിച്ച മാർക്കറ്റാണ് 10 വർഷമായിട്ടും കാട് കയറി നശിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു മത്സ്യച്ചന്ത ഉണ്ടായിരുന്നു. അന്തിച്ചന്ത എന്നാണ് ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. മാർക്കറ്റ് ആധുനികവൽക്കരിച്ച് മികച്ച സേവനം കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും നൽകാൻ തൃപ്പൂണിത്തറ MLAയും ഫിഷറീസ് മന്ത്രിയുമായിരുന്ന K. ബാബു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴി 2.5 കോടി ചെലവഴിച്ച് നവീകരിച്ചു. കെട്ടിനും മട്ടിനും കുറവൊന്നുമുണ്ടായിരുന്നില്ല. ഓഫീസ് മുറി, ശീതീകരണ സംവിധാനം, മലിനജല സംസ്കരണ സംവിധാനം, ഐസ് പൊടിക്കുന്ന യന്ത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് മാർക്കറ്റ് ആധുനികവൽക്കരിച്ചത്. 2014 ഉദ്ഘാടനം. എന്നാൽ മാർക്കറ്റിൽ വൈദ്യുതി ലഭിക്കാത്തതിനാൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കച്ചേരിപ്പടി മോഡേൺ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ നോക്കൂത്തി വരെ നിൽക്കുന്നു. കോർപ്പറേഷന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഇപ്പോൾ കച്ചേരിപ്പടി റോഡരികിൽ കച്ചവടം ചെയ്യേണ്ട ഗതികേടിലാണ്. അതുമൂലം അവിടെ ധാരാളം അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രവർത്തിക്കാതായതോടെ ഉപകരണങ്ങൾ പലതും നശിച്ചു. മാർക്കറ്റ് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറി. പിന്നീട് സൗമിനി ജെയിൻ മേയറായിരിക്കുമ്പോൾ വൈദ്യുതിയും വെള്ളവും മാർക്കറ്റിൽ എത്തിച്ചു. മാർക്കറ്റ് തുറന്ന് പ്രവർത്തിച്ചു. 48 സ്റ്റാളുകളാണ് മാർക്കറ്റിലുണ്ടായിരുന്നത്. എന്നാൽ നിർമ്മാണത്തിലെ അപാകത മൂലം കച്ചവടക്കാർക്ക് പ്രയാസം നേരിട്ടതോടെ മാർക്കറ്റിലെ കച്ചവടം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറി. ആധുനിക മാർക്കറ്റ് ഇപ്പോൾ ചവിറ്റുകൊട്ട കണക്കെയായി. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആധുനീകരിച്ച മാർക്കറ്റുകൾ വികസന മുഖങ്ങളാകുന്ന കാലമാണിത്. വിദേശ രാജ്യങ്ങളിൽ ഇവയുടെ സ്വീകാര്യതയും ഏറെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും പൂട്ടുവീണ, കാട് കയറി നശിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയ പള്ളുരുത്തി മാർക്കറ്റ് ഇങ്ങനെ കിടന്നാൽ മതിയോ? പള്ളുരുത്തിക്കാരോട് തന്നെ ചോദിക്കാം. കംപ്ലീറ്റ് ഇതാണ് മാലിന്യം കൂമ്പാരമാക്കി മാറ്റിയേക്കുന്നത്. ഇതിനെതിരെ ഞങ്ങൾ ഇനിയും സമരത്തിലേക്ക് ഇറങ്ങാനുള്ളത്. ഇപ്പോൾ അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും സമരങ്ങൾ ഇറങ്ങുമ്പോൾ അവർ പറയും ഇല്ല ഉടനെ ശരിയാവും. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടില്ല, ഫണ്ട് വന്നാൽ അതിൻ്റെ പുനർനിർമ്മാണം നടക്കും എന്നാണ് പറയുന്നത്. അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു ഏരിയയായി മാറിയിരിക്കുന്നത്. ഈ കച്ചേരിപ്പടിയിലുള്ള എല്ലാ ക്രിമിനൽസുകളും ഇവിടെ താവളമടിച്ചുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ധാരാളം ചെറുപ്പക്കാർ രാത്രികാലങ്ങളിൽ ഇവിടെ തമ്പടിച്ചുകൊണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോ ഇവിടുത്തെ കൗൺസിലർ, 19ാം ഡിവിഷനിലെ കൗൺസിലർ ഈ മാർക്കറ്റിനകത്താണ് കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ സംഭരണശാലയായി മാറ്റിയിരിക്കുകയാണ്. പലതവണ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് മറ്റു സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇത് മാലിന്യ സംഭരണശാലയാക്കി മാറ്റിയിരിക്കുകയാണെന്നാണ്.